സോറി സൊല്ലുങ്കോ. ഓ സോറി സൊല്ലുങ്കോ. സോറി സോറി. ഒരു സോറി ഒരാളെ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ലൈഫിലുള്ളൂ എന്നുള്ളത്. വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒന്നും സിനിമ വരാറില്ല. വരുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് പറഞ്ഞ കോമഡിയും അതുപോലുള്ള സിനിമയും അങ്ങനെ ഒരു എഴുത്തുകാരും ഇപ്പോഴില്ലല്ലോ. ഹോമിലെ നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് ആണോ സാർ ജീവിതത്തിൽ? അതോ ഒലിവർ ട്വിസ്റ്റ് ആണോ? എന്റെ പല അറിവുകേടുകളും ഒലിവർ ട്വിസ്റ്റിനുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എനിക്കിങ്ങനെ പട്ടിയെ കൂട്ടിലടിച്ചണക്ക് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കാരണം അതിനകത്ത് ഒരുപാട് ഇരിക്കാറ്. ഭക്ഷണം കഴിക്കാൻ നേരത്തെ എനിക്ക് കൂടെ ആരെങ്കിലും ഒക്കെ ഒത്തിരി പേരുണ്ടെങ്കിൽ വിശപ്പില്ലെങ്കിലും ഞാനും കഴിക്കും. അവരവരുടെ കുറവുകൾ അവരവർ തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അടയാളപ്പെടുത്തുന്നതിൽ ആർക്കും വിഷമം ഉണ്ടായിരുന്നു. 10 വയസ്സിന്റെ പടത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോന്ന് തല കാണിക്കൽ മാത്രം. സാറൊക്കെ പിന്നെ സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മുന്തിയ ക്യാരക്ടർ ചെയ്തു തുടങ്ങുന്നത് സാറിൻ്റെതായിരുന്നിരിക്കാം. അങ്ങനെ ഒരു സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു നടൻ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അഭിനയിക്കാന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ജഗതി ചേട്ടൻ അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നതിന് നല്ലതായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ജഗതി ചേട്ടനെ വെച്ച് ചെയ്യുന്ന ഡയറക്ടേഴ്സ് പരിധിയില്ലാതെ അങ്ങനെ നിൽക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ എത്ര ഉയരങ്ങളിലെത്തിയാലും വിനയവും സഹജീവികളോടുള്ള കരുണയും ഒക്കെ ഒട്ടും കുറയാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്ന അതുല്യനായ ഒരു കലാകാരനാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരുപാട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാം സ്വന്തം ഇന്ദ്രൻ സാറാണ്. നമസ്കാരം സാർ. ആദ്യം തന്നെ സാർ, ഞാൻ ഭയങ്കര ഫാൻ ഗേൾ മൊമെന്റിലാട്ടോ ഇരിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു സാറിനോട് സംസാരിക്കണം, നേരിട്ട് കാണണം എന്നുള്ളത്. ഇന്ന് രാവിലെ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എനിക്ക് ഇന്റർവ്യൂ എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും അറിയത്തില്ല, അത്രയും എക്സൈറ്റഡ് ആണ് ഞാൻ. അതെ, അതാണ് എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, സാറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ വീട്ടിലൊരാളോട് സംസാരിക്കുന്ന പോലാന്നേ തോന്നിയേ. അപ്പൊ എനിക്കിന്ന് അങ്ങനെ കണ്ടപ്പോഴും അതേ ഫീലിംഗ് ആ കിട്ടിയത്. അപ്പൊ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ മാധവമാഷ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു ചിന്ന ചിന്ന ആസെ. അതില് എന്താണെന്നറിയോ സാർ, നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളിലും ഞാൻ ഉൾപ്പെടെ എല്ലാവരിലും ഒരു ലീലയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചിന്ന ചിന്ന ആസെ കണ്ടപ്പോ ഉണ്ടല്ലോ, ഒരു മാധവമാഷ് നമ്മുടെ എല്ലാ ലൈഫിൽ വന്ന് പോയിരുന്നെങ്കിലും തോന്നി ശരിക്കും. അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം. അപ്പം ആ മാധവമാഷായ കഥയൊന്ന് നമ്മളോട് ഷെയർ ചെയ്യാമോ, ആ എക്സ്പീരിയൻസ്? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അത് അവിടേക്ക് എത്തും എന്നുള്ള ഒരു സ്വപ്നമൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങുമെങ്കിലും കുറെ കഴിയുമ്പോഴത്തേക്ക് പല പല കെട്ടുപാടിലൊക്കെ പെട്ട് നമ്മളെ മറന്ന് വേറൊരാൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് അവരോട് യാത്ര ചെയ്ത്, അത് പെണ്ണായാലും ആണായാലും സംഭവിക്കുന്നതാണത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങൾ പലതും ഈ മനസ്സിൻ്റെ ഒരു കോണിൽ അങ്ങനെ പോകും. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒറ്റപ്പെടലാവും. ഞാൻ പിന്നെ എന്തിന് ജീവിച്ചു, എന്ത് മോഹിച്ചു എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അത് പരസ്പരം മനുഷ്യർ പലർക്കും ഉണ്ടാവുന്ന, ചിലർക്കത് ഇല്ല എന്ന് വരാം. അങ്ങനെ അതിനോട് പിന്നെ പൊരുത്തപ്പെട്ടങ്ങ് ജീവിക്കുന്ന പോലെ അങ്ങനെ വേണ്ടി വരും. അങ്ങനെയല്ലേ നമ്മള് എപ്പോഴും, അതല്ലേ ഉത്തരവാദിത്വവും കുടുംബവും ഒക്കെ നമുക്ക് വേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ വേണ്ടി വന്നാൽ ചില നിർഭാഗ്യവശാൽ ചിലരങ്ങനെ പെട്ടു. അവരുടെ വ്യഥ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാനും പറ്റും. എനിക്കും അതുപോലൊരു വിഷയമുണ്ടല്ലോ, ഞാനും അത് ഒഴിവാക്കിയത് ഇന്ന കാര്യത്തിലല്ലേ എന്ന് പറയാൻ പറ്റുന്നു. അതായിരുന്നു മാധവമാഷിന്റെ ക്യാരക്ടറെ ഇന്ദ്രൻ സാറുമായിട്ട് ഒത്തിരി സിമിലർ, അതായത് ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ ഇന്ദ്രൻ സാറുമായിട്ട് സിമിലർ ആയിട്ട് തോന്നി. ഭയങ്കര ശാന്തനായ, അല്ലേ, ഒരു സമാധാനമുള്ള, മെയിൽ ഈഗോ ഇല്ലാത്ത. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീനാണ്, അത് നമുക്കൊന്ന് റിക്രിയേറ്റ് ചെയ്യണം, എൻ്റെ ഒരു ആഗ്രഹം. അത് ഇത് കഴിഞ്ഞിട്ട്, അതായത് സോറി, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ക്ഷമ ചോദിക്കാൻ ഭയങ്കര മടിയായിട്ട് സാറിന് തോന്നിയിട്ടില്ലേ? അതിൽ ചിന്ന ചിന്ന ആസിലെങ്കിൽ ഏറ്റവും ടച്ച് ചെയ്തൊരു കാര്യമാണ് സോറി പറയുമ്പോൾ സാറ് സിമ്പിളായിട്ട് സോറി എന്ന് പറയുന്ന ആ സീന്. അപ്പോൾ അത് ശരിക്കും സാറിന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ക്ഷമിക്കാനുള്ളൊരു ആ ഒരു കഴിവ് കുറച്ച് കുറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ എല്ലാത്തിനോടും പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്നൊരു സ്വഭാവമായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കഴിവ് കുറഞ്ഞതായിട്ടല്ല, അത് അവരിൽ അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. പലതും ഈ പറഞ്ഞതൊക്കെ സോറി ചോദിക്കാൻ തോന്നി, അത് ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ അവരുടെ അങ്ങനെ വളരെ ലാളിത്യത്തോടെ അവരെങ്ങനെ
പോകുന്നു. അത് അവരെ ആ തലമുറയെ കുറ്റം പറയാനും പറ്റില്ല. പറ്റൂല. തലമുറയുടെ ഒരു മാറ്റം പോലെ. മാറ്റം. ആ സാറൊന്ന് പറയൂ, ആ ഒരു സീൻ ഞാൻ പറയട്ടെ. സോറി സൊല്ലുങ്കോ. ഓ സോറി സൊല്ലുങ്കോ. സോറി സോറി. അയ്യോ അത് എനിക്ക് ആ സിനിമയിൽ കൊറേ സീക്വൻസ് ഉണ്ടായിരുന്നേ. പക്ഷെ കുറെ സീക്വൻസ് സാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് സാർ അതിൽ വലുതായിട്ട് ഒന്നും ഇങ്ങനെ അഭിനയിക്കുമല്ല. മാധവ മാഷ് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഒരു മനുഷ്യൻ നടന്ന ആ കാര്യങ്ങൾ തോന്നി. പക്ഷെ ഈ സോറി എന്നുള്ള സീനും അതേപോലെ പിന്നെ ഞാൻ സിനിമ ഇപ്പം പോകുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷെ അതിന്റെ പല രംഗങ്ങളും സാറിന്റെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. പക്ഷെ ഇതെനിക്കത് എടുത്ത് പറയണം എന്ന് തോന്നി. കാരണം ഒരു മെസ്സേജ് ആണ് അല്ലേ, ഒരു സോറി ഒരാൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ലൈഫിലുള്ളൂ എന്നുള്ളത്. കാര്യമില്ല. ആ ഒരു ഈഗോ ഇല്ലാത്ത ആ ഒരു ക്യാരക്ടർ ബ്യൂട്ടിഫുൾ. മാധവൻ മാഷ് എല്ലാവർക്കും കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തിരിച്ച് കെ സുരേന്ദ്രനിലേക്കൊന്ന് പോയാലോ, പഴയതിലേക്ക്. ഓക്കെ, അപ്പൊ സാറിന്റെ കുട്ടിക്കാലം നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? സുരേന്ദ്രനായിട്ടുള്ള ട്രിവാൻഡ്രത്തെ സാറിന്റെ ജീവിതം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് എന്നാലും അല്ല, അത് കുറെ മുതിർന്ന ശേഷം നമ്മള് കുടുംബം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അത് ഓർത്തോർത്തോർത്തോർത്ത് അങ്ങനെ പറയാനുള്ള. എന്നാലും ഇപ്പൊ സാറ് 4ാം ക്ലാസ് വരെ സാറ് പഠിത്തം നിർത്തിയിട്ട് നമ്മള് പിന്നെ ജോലി തയ്യൽ ടൈലറിംഗ് ഷോപ്പിലേക്ക്. അപ്പൊ അതെങ്ങനെ, അത് വീട്ടിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്? അവർ വീട്ടുകാർക്ക് തൊഴിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവർ തൊഴിൽ പഠിപ്പിച്ചു. അങ്ങനെ അപ്പം തുടങ്ങുമ്പോ തന്നെ സാർ ആരുടെയും കൂടെ സാർ നിൽക്കുമായിരുന്നോ, അതോ ഫാമിലി ആയിട്ട് ചേർന്ന് ഇന്ദ്രൻസ് ആൻഡ് ബ്രദേഴ്സ് എന്നുള്ള ആ ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് വരുമോ, അങ്ങനെ തുടങ്ങുമായിരുന്നു? അങ്ങനെ തുടങ്ങുമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് സിനിമയിലേക്ക്, അതിപ്പോ ടൈലറിംഗ് ഷോപ്പൊക്കെ നന്നായിട്ട് പോയപ്പോൾ ഒരു ഉപജീവന മാർഗം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വസ്ത്രാലങ്കാരം അങ്ങനെ വരുന്നത് എങ്ങനെയാ, ആ ഒരു കോണ്ടാക്ട് എങ്ങനെയാ കിട്ടുന്നത്? അത് ഒരു പരിചയക്കാരൻ, നമ്മുടെ തന്നെ നാടകമായിട്ടൊക്കെ പരിചയമുള്ള ഒരു കൂട്ടുകാരൻ, ഇതേപോലെ സിനിമകൾ അടുത്ത് മുതിർന്നയാളാ, അഭിനയം നോക്കിയ, അങ്ങനെ പല സിനിമ മെരിലാൻഡ് സ്റ്റുഡിയോയിലൊക്കെ അങ്ങനെ വേഷം നോക്കി നടക്കുന്നയാളാ. ആള് പിന്നീട് എളുപ്പത്തിന് ഒരാളുടെ മേക്കപ്പ് അസിസ്റ്റൻ്റായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ ഒരു തയ്യൽക്കാരന് സഹായം ഒരാൾക്ക് ആവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നുഴഞ്ഞു കയറാനുള്ള ഒരു ആവേശത്തിൽ ഞാൻ കയറി. സാറിന്റെ ആദ്യം വസ്ത്രാലങ്കാരം ചെയ്യുന്ന സിനിമയിൽ തന്നെ സാർ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൂവി സാറിൻ്റെത് ചൂതാട്ടം. അതിൽ തന്നെ വസ്ത്രാലങ്കാരവും അഭിനയവും ചെയ്തു. അതിപ്പം ആദ്യം വന്നത് വസ്ത്രാലങ്കാരത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അപ്പൊ ആ വേഷം സാർ ചോദിച്ചതാണോ? നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു. ആ പ്രൊഡ്യൂസറൊക്കെ എൻ്റെ നാടകം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയ അനുഗ്രഹമായി. അപ്പോൾ അദ്ദേഹം തന്നെ ഡയറക്ടർ അടുത്ത് പറഞ്ഞു, സുരേന്ദ്രന് ഒരു ക്യാരക്ടർ കൊടുക്കണം. അങ്ങനെ ഒരു കുഞ്ഞു ക്യാരക്ടർ. അപ്പൊ നമ്മള് ഇന്ദ്രൻസ് ആൻഡ് ബ്രദേഴ്സ് എന്നുള്ള ടൈലറിംഗ് ഷോപ്പിന്റെ പേര് ഓൾറെഡി ഉണ്ട്. അപ്പം അത് സ്റ്റേജ് നെയിം ആക്കാവുന്നൊരു ഡിസിഷൻ സാർ തന്നെ എടുത്താണോ, അത് സിനിമയിൽ ആരെങ്കിലും പറഞ്ഞതാണോ? കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മദ്രാസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ അറിയപ്പെടുന്ന ചില കോസ്റ്റ്യൂമർമാരുടെ പേരിൽ ടൈലറിംഗ് ഷോപ്പുണ്ട്. അവിടെ നിന്ന് വെച്ചേക്കുന്നത് അവർ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു വിടാൻ വേണ്ടി. പിന്നെ ഞാനും ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു മാസ്റ്റർ, സുമാരൻ മാസ്റ്റർ, നല്ല മാസ്റ്റർ, നല്ല ടൈലറുമാണ്. ആളുടെ കടയ്ക്കും സുമാറിനാണ് ടൈലേഴ്സ്. അപ്പോൾ അത് നമ്മുടെ പേരിൽ തന്നെ. അതിന് മുൻപ് ഞാൻ 2-3 വേറെ തയ്യക്കടകളൊക്കെ തുടങ്ങി, അതൊക്കെ നിന്നില്ല, പൊളിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഇട്ടിട്ട് പോയത് കാരണം. അപ്പോൾ ഇതിന് ഞാൻ അങ്ങനെ ഇന്ദ്രൻസ് എന്ന് പേരിട്ടു. അത് പത്മനാഭ സാറിൻ്റെ അടുത്ത അനുവാദത്തോടു കൂടി തന്നെയാണ്. ഓ ശരി. പിന്നെ സാർ ഇപ്പം ആദ്യത്തെ മൂവിയിൽ സാറിന് ഡയലോഗ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? ഡയലോഗ് ഉണ്ടായിരുന്നു, അതോ ചെറിയ എന്തെങ്കിലും ഡയലോഗ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പിന്നീട് ഞാൻ സിനിമ കണ്ടപ്പോൾ എന്നെ കാണാനും ഇല്ലായിരുന്നു, ഇത്തിരി എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ ഡയലോഗ് ഉണ്ടായിരുന്നു. അത് ശരി. പക്ഷെ ഓർത്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ഡയലോഗ് കിട്ടിയ ക്യാരക്ടർ ഏതാ, അതൊന്ന് ഓർത്തെടുക്കാമോ? അതായത് നമ്മളൊരു ഡയലോഗ് പറഞ്ഞു എന്ന് നമുക്ക് തോന്നത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എപ്പോഴാണ് കിട്ടി തുടങ്ങി? അത് കുറേ വർഷങ്ങൾക്ക് ശേഷം, അത് ഈ അടുത്തൊക്കെ. അത് ആധാരം മുതലൊക്കെ, ആധാരം, മാലയോഗം, സമ്മേളനം, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒരു പേര്. ഇപ്പം നമ്മളിപ്പം ചെറിയ ക്യാരക്ടേഴ്സിലും പേരൊന്നും കാണത്തില്ലല്ലോ, ഇങ്ങനെ സൈഡിൽ വന്നു പോകുന്നതല്ലേ. ഒരു ക്യാരക്ടറിന് ഒരു പേര് കിട്ടിയ സിനിമ ഏതാ? ഇപ്പം ഒരു ക്യാരക്ടറിന് ഒരു പേര് കിട്ടിയ അങ്ങനത്തെ? മാലയോഗം മുതലേ ഉണ്ട്, മാലയോഗം ധനത്തിന് മുതലൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കൊന്നും പിന്നെ കുറെ നാൾ അഭിനയിക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ കോസ്റ്റ്യൂം രംഗത്ത് സജീവമാവുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ വേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാന്ന് പറയും. കാരണം അത് എനിക്ക് അവിടെ ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. അസിസ്റ്റൻസിനെ ഏൽപ്പിച്ചിട്ട് പോകണം, കണ്ടിന്യൂറ്റി ആയി പോകും. അതുകൊണ്ട് അഭിനയിക്കാനുള്ള മോഹം ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീടാവട്ടെ, ഇപ്പം നല്ലൊരു
വളരെ ഉത്തരവാദിത്തമുള്ള ജോലി ഞാൻ അതിനകത്ത് ആയി കഴിഞ്ഞു. വളരെ ബിസി ആയിട്ടുള്ള കോസ്റ്റ്യൂമർ ആയി കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഒന്നിലധികം സിനിമയും അവിടെ കസിൻസും ഓടി നടന്ന് കാര്യം നോക്കാനുള്ളതുകൊണ്ട് കുറെ കാലം ഞാൻ അതൊന്ന് വിട്ടുനിന്നു. പിന്നീടാണ് മാലയോഗം ആധാരം മുതൽ 10 വയസ്സെൻ്റെ പടത്തിലൊക്കെ കുഞ്ഞായിട്ട് ഓരോന്ന് തല കാണിക്കൽ മാത്രം. സാറൊക്കെ പിന്നെ സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മുന്തിയ ക്യാരക്ടർ ചെയ്തു തുടങ്ങുന്നത് സാറിൻ്റെതായിരുന്നിരിക്കാം. അതിലേക്കാണ് ഞാൻ പറഞ്ഞത് സാർ. അപ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ നമുക്ക് സാറിന് സ്ട്രോങ് ആയിട്ടൊരു ഉപജീവന മാർഗം ഉണ്ട് അല്ലേ? അപ്പൊ സിനിമ ഒരിക്കലും ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നൊരു രീതി ഇല്ലായിരുന്നല്ലോ. തയ്യക്കട ടൈലറിങ് എൻ്റെ കട അനിയന്മാരുടെ ഉപേക്ഷിച്ചിട്ടാണ് ചെയ്തത്. അത് ശരി. അപ്പോൾ നല്ല വരുമാന മാർഗം തന്നെയാണ്. അല്ല സാറിന് ഇപ്പൊ തയ്യൽ കട നല്ല സ്ട്രോങ് ആയിട്ട് പോവായിരുന്നല്ലോ. അപ്പം സിനിമയിൽ വേണമെങ്കിൽ സാറിനൊന്ന് വെയിറ്റ് ചെയ്ത് ഇത്രയും കോമഡി ക്യാരക്ടേഴ്സ് അന്നേ ചെയ്യാതെ സീരിയസ് എടുക്കാമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് അങ്ങനെ ചെയ്താൽ കുടുംബം അത്രയ്ക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിന് നല്ല അഭിനയിക്കുന്നതിനേക്കാളും നല്ല വരുമാനവും ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിക്കാൻ പറ്റാത്തോണ്ട് അങ്ങനെ നിന്നത്, അഭിമാനത്തോടെ നിന്നത്. നിരാശപ്പെട്ടില്ല, അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള നിരാശ ഉണ്ടായില്ല. അപ്പൊ നമുക്ക് അത്രയും, അതാ ഞാൻ ചോദിച്ചത് സാറിന്. അപ്പൊ അത്രയും നല്ല വരുമാനമുള്ള സാറിന്റെ തൊഴിലുണ്ട് കയ്യില്. അപ്പൊ സിനിമയിൽ കുറച്ചുകൂടെ സെലക്റ്റീവ് ആവായിരുന്നത് പിന്നീട് തോന്നിയിട്ടുണ്ടോ? തിരിച്ച് അഭിനയത്തിലോ? അഭിനയത്തിൽ അന്നേ സെലക്റ്റീവ് ആകാമായിരുന്നു. ഇല്ല. അങ്ങനെ ഒരു സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു നടൻ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അഭിനയിക്കാന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഒന്നില് മാത്രം സ്പെഷ്യലിസ്റ്റ് ചെയ്തിട്ട് പറ്റൂല. സാറിന് കോമഡി, ഇപ്പൊ സാറിന് കോമഡിയിലേക്ക് വന്നു. അപ്പം അന്ന് ഇപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നതാണ്, അന്നത്തെ കാലത്ത് നമ്മളൊന്നും അങ്ങനെ എല്ലാവരും ചിരിക്കും. ഇപ്പം ഇന്നത്തെ കാലത്ത് അതിന് ബോഡി ഷേമിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ചിരിച്ചു. സാർ അത് അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആ രീതിയിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ പേഴ്സണലി അത് എപ്പോഴെങ്കിലും ഹേർട്ടായിട്ട് ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതോ പറയുന്നതൊക്കെ സത്യമായിരുന്നു, അതുകൊണ്ട് വിഷമം തോന്നിയില്ല. അങ്ങനെ അവരവരുടെ കുറവുകൾ അവരവർ തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അടയാളപ്പെടുത്തുന്നതിൽ ആർക്കും വിഷമം ഉണ്ടായിരുന്നില്ല. അന്ന് പറയുമായിരുന്നു, വിളിച്ചു പോകുന്ന പോലെയാണ്, എടാ ഞാൻ തന്നെയാണ്, മനസ്സിലായി, എടാ മൊണ്ടിച്ചന്ദ്രൻടാ എന്ന് പറയും. അവര് മുടന്തനാണെങ്കിൽ, അയാളൊരു മുടന്തുള്ള ആളാണെങ്കിൽ അയാള് ഒരു പക്ഷെ കൂട്ടുകാരത്ത് വിളിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നാണ്ടാ ആണാ എന്ന് നമ്മൾ പറയും. അവനവനെ തിരിച്ചറിയാതെ തോന്നുന്നു അഭിമാനം. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര സ്റ്റേറ്റ്മെന്റ് അല്ലേ സാർ? ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അറിവ് അത്രയും വളർന്നപ്പോഴത്തേക്ക് അവന്റെ കുറവ് നമ്മൾ പരിഹരിച്ചോളൂ എന്നായി. മറ്റുള്ളവന്റെ ഉത്തരവാദിത്വമായി നമ്മൾ പേടിച്ച് സംസാരിക്കണം എന്നുള്ള രീതി. സാർ ഇപ്പം 46 വർഷത്തോളമായിട്ട് സിനിമയിലുണ്ടല്ലേ? ഏകദേശം 600ഓളം സിനിമകൾ കഴിഞ്ഞിപ്പോൾ. അപ്പോൾ അതിൽ സാർ ഇപ്പം ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇപ്പം ഒരുപാട് അത്രയും കഴിവുള്ള നടന്മാരുടെ കൂടെ സാർ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കംഫർട്ടബിളായിട്ട്, ഏറ്റവും സുഖകരമായിട്ട് ഈ തമാശകൾ കൈകാര്യം ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ചോദിച്ചാൽ ഏതായിരിക്കും? കൂടെ അഭിനയിച്ച നടന്മാർ കംഫർട്ടബിളായിട്ട് സാർ ചെയ്തത്? ഒരുപാട് പേര് അങ്ങനെയുണ്ട്, കംഫർട്ടബിളാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ ക്യാരക്ടറിലോട്ട് കയറി നിൽക്കുമല്ലേ, അപ്പോ അതിൽ നിൽക്കും, നമ്മളത് ചെയ്യും, നമ്മളത് ഡയറക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ചരട് വിട്ടെങ്ങും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനകത്ത് അങ്ങനെ നിൽക്കുന്ന ഇടയ്ക്ക് കൂടെ അപ്പുറത്തും അതുപോലെ നിൽക്കുന്ന ആള് കുറെ കൂടെ മിടുക്കനാണെങ്കിൽ നമ്മളുടെ മുഖത്ത് വേറെ കുറച്ചുകൂടെ നന്നായി വരും. അതേ ഉള്ളൂ. അത് ഇനി പുതിയതായാലും പഴയതായാലും അതിനൊരു താളം, അത്രേ ഉള്ളൂ. അത് കിട്ടിയാൽ കുറെ കൂടെ നന്നാവും. എന്നാൽ ഏറ്റവും കൂടുതൽ സാർ നോക്കിക്കണ്ട, അല്ലെങ്കിൽ ഈ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് അങ്ങനെ ഒരു ഗുരുസ്ഥാനീയനായ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ആക്ടറിനെ വെച്ച് ആരുടെ പേര് പറയും? ജഗതി ചേട്ടൻ്റെ കാര്യം പറയാം. ജഗതി ചേട്ടൻ, മുകേഷ്, അങ്ങനെ മുതിർന്ന ചിലരുണ്ട്. ഇന്നസെന്റ് ചേട്ടൻ, തിലകൻ സാറൊക്കെ നല്ല ഹ്യൂമർ സെറ്റപ്പൊക്കെയാണ്. അതുപോലെ സീരിയസിന് നമുക്ക് അവരുടെ താളം നമ്മൾ പേടിച്ച് സൂക്ഷിച്ച് നിൽക്കണം. അതാണ് എങ്കിലേ നമുക്കും നന്നാവാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നമ്മൾ കേട്ടിട്ടുണ്ട് ജഗതി ശ്രീകുമാർ സാർ ഇംപ്രവൈസ് ചെയ്യും. ഡയറക്ടേഴ്സ് പറയുന്നതിലും കൂടുതൽ സാറ് കയ്യിൽ നിന്ന് ഡയലോഗ്സ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നവരെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് പേടി തോന്നിയിട്ടുണ്ടോ? ഇത് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യാം? അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ജഗതി ചേട്ടൻ അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നതിന് നല്ലതായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ജഗതി ചേട്ടനെ വെച്ച് ചെയ്യുന്ന ഡയറക്ടേഴ്സ് പരിധിയില്ലാതെ അങ്ങനെ നിൽക്കും. അപ്പൊ അത് അന്ന് ജഗതി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം,
നമ്മളും കരുതി നിൽക്കണം. ആ. എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പറയാൻ, ഉം. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും അതിന് ഇങ്ങനെയാണെങ്കിൽ നീ ഇത് പറയണേ എന്നൊക്കെ പറഞ്ഞേക്കും. കാരണം ആ ഗതി മുട്ടാതെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കരുതലുള്ളവരാണ് നിൽക്കുന്നത്. കൂടെ അങ്ങനെ നിൽക്കുന്നവരോട് വലിയ ഇഷ്ടവുമായിരിക്കും അവർ. അപ്പൊ അതനുസരിച്ച് ചേട്ടൻ സാറ് ചേട്ടൻ്റെ ഒക്കെ ഡയലോഗ് അനുസരിച്ച് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടോ? സാർ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടോ ഡയലോഗ്സ്? അവിടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് അവർ പറഞ്ഞ ഒരു സ്ഥലം ഏതുവരെയാണ് ഷോട്ട്, അത് കഴിഞ്ഞ് വീണ്ടും മറ്റേ ആർട്ടിസ്റ്റ് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിന് മാറാതെ നിൽക്കണമെന്നുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ബ്ലാങ്ക് ആയ പിന്നെ ആൾ ചെയ്യുന്നത് ഫലമില്ല. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കൂടെ ഒരുപാട് മിടുക്കൊന്നും കാണിച്ചില്ലെങ്കിലും ആ ക്യാരക്ടറിന് മാറാതെ കട്ട് പറയുന്നവരെ, അവർ പെർഫോം ചെയ്ത് തീരുന്നവരെ നിൽക്കുക എന്നുള്ളൊരു തിരിച്ചറിവാണ് എൻ്റെ പ്രധാനം. അപ്പം സാറ് സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അഭിനയം അല്ലെങ്കിൽ അഭിനയത്തിനോടുള്ള ഇഷ്ടം ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്? അല്ലെങ്കിൽ എങ്ങനെയാ അഭിനയത്തിലോട്, സിനിമയാണോ അല്ല നാടകം? സാർ ഇങ്ങനെ പറഞ്ഞു നമ്മൾ സംസാരിച്ചപ്പോൾ അതൊന്ന് പറയാമോ നമ്മളോട്? അതറിയാൻ പറ്റത്തില്ല എപ്പോഴാണ്. നമ്മൾ വീട്ടിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു സ്ഥിരമായിട്ട് തെറി പറയുന്ന ഒരു കുടുംബമാണെങ്കിൽ നമ്മൾ അറിയാതെ കുഞ്ഞിലെ തന്നെ ചില തെറിയൊക്കെ പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ അത് തെറിയാണെന്ന് പിന്നെ പറയുമ്പോൾ വീട്ടിൽ തിരുത്തുമ്പോഴേ അത് തെറിയാണെന്ന് അറിയുള്ളൂ. അതുപോലെ ചുറ്റുവട്ടത്തൊക്കെ ക്ലബും നാടകവും റിഹേഴ്സലും ഒക്കെ നടക്കുന്നത് കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം നാടകത്തിലേക്ക്. അത് ഏത് പ്രായത്തിലാ വന്ന ആദ്യത്തെ നാടകം ചെയ്ത ഓർമ്മയുണ്ടോ? ഇല്ല. പിന്നെ നാടകത്തിൽ നിന്നാണ്, ഇപ്പം നാടകം കണ്ടിട്ടാണോ ഈ സിനിമയിലേക്ക്? അന്ന് സാർ പറഞ്ഞല്ലോ പരിചയമുള്ള ആളുകൾ. നാടകം കാണുന്നതിന് മുമ്പ് നാടകം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് കാണുന്നു. അതാ അങ്ങനെയാ. അതൊന്നും നമുക്ക് ആലോചിച്ച് കിട്ടൂല. അവിടെ ലൈറ്റൊക്കെ ഇട്ട് എന്തോ ചേട്ടന്മാർ എന്തൊക്കെ ബൾബ് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യണു. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ അത് റിഹേഴ്സലാണ്, നാടകമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൻ്റെ നമ്മൾ അതിൻ്റെ കൂടെ ആയല്ലോ. പിന്നെ അതിൻ്റെ ഘട്ടം എവിടെയാണെന്നൊന്നും അറിയില്ല. സർ ഇപ്പം ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തതിന് ശേഷം വളരെ ഒരു 12 വർഷമായിട്ട് 2014 തൊട്ടാണല്ലേ കുറച്ചുകൂടെ സജീവമായിട്ട് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടെ സാർ ഇപ്പം സെലക്റ്റീവ് ആവുന്നുണ്ടോ? അതായത് നേരത്തെ സാർ പറഞ്ഞല്ലോ ഒരുപാട് സിനിമകൾ ചെയ്യുമായിരുന്നു, തമാശ ക്യാരക്ടേഴ്സ് നോക്കാതെ ചെയ്യായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ സെലക്റ്റീവായിട്ടാണോ ചെയ്യുന്നത്, അതോ വരുന്നതെല്ലാം സാറിന് ഓക്കെയാണ്? അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയൊന്നും സിനിമ വരാറില്ല. ശരിക്കും വരുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതില്ലാന്ന് വെച്ചാൽ അതില്ലല്ലോ. ഇപ്പൊ ഇല്ലാത്തതിന്റെ നമ്മൾ എങ്ങനെ താരതമ്യം ചെയ്യും? അന്ന് പറഞ്ഞ കോമഡിയും അതുപോലുള്ള സിനിമയും അങ്ങനെ ഒരു എഴുത്തുകാരും ഇപ്പോഴില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. വരുന്നത് ചെയ്യും. അപ്പം ഈ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ആദ്യമായിട്ട് സാറിന് ഒരു അഭിനയ പ്രാധാന്യമുള്ള വേഷം തരാൻ സമീപിച്ച് ആരായിരുന്നു? ഡയറക്ടർ അങ്ങനത്തെ? അത് ഓർമ്മയില്ല. കുറച്ച് പടിയായിട്ട് ചെറുത് മുതലേ നല്ലതായിരുന്നു ആദ്യത്തെ. എന്നാലും ഇപ്പൊ നമ്മള് കുറെ കോമഡി ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്തത്. ഇപ്പൊ മലയാളത്തിൽ സാർ ചെയ്ത ആദ്യത്തെ ഒരു എല്ലാരും ശ്രദ്ധിച്ച ഒരു സിനിമ സാറിന്റെ മൈൻഡിൽ തോന്നിയത് ഏതാ? ഈ CID. അത് കോമഡി ചെയ്തത്. ഇപ്പം സീരിയസ് കഥാപാത്രങ്ങൾ നോക്കുവാണെങ്കിലോ? അത് കുറേശ്ശെ ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു TV ചന്ദ്രൻ, MP സുകുമാരൻ നായർ, അടൂർ സാർ, അവരുടെയൊക്കെ ആ ഒരു സീരിയസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മാനസികമായോ അല്ലെങ്കിൽ ശരീരഭാഷയൊക്കെ എത്രത്തോളം അതിന് ചേർന്ന് വരണമെന്ന് പഠിച്ചത് ഒരു പക്ഷേ അവരെന്നൊക്കെ ആയിരിക്കും. ഓക്കെ. എനിക്ക് തോന്നുന്നു കഥാവിശേഷനിൽ സാറിന്റെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ടല്ലേ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അതിനുശേഷം ആദ്യത്തെ ഒരു അവാർഡ് കിട്ടുന്നത് സാറിന് എപ്പോഴും? അത് കുറെ നമ്മൾ ക്യാരക്ടേഴ്സ് ചെയ്തു, ഇങ്ങനെ ആ ഒരു ഒഴുക്കിൽ പോകുന്നു. സാറിന്റെ ഓർമ്മയിൽ അതായത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവാർഡ് കിട്ടിയത് ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? ഏത് സിനിമയ്ക്കാണ്? വർഷം ഓർമ്മയില്ല. അത് രാമായണം എന്ന് പറഞ്ഞ പടത്തിന് ജോൺ എബ്രഹാം അവാർഡ് കിട്ടിയായിരുന്നു, MP സുകുമാരൻ. അതാണ്. പിന്നെ കുഞ്ഞു അവാർഡുകൾ, സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് അപ്പോത്തേക്ക് പിന്നെ ആളൊരുക്കം. അതിനുശേഷം നമ്മൾ നാഷണൽ അവാർഡിലേക്ക് വരുവാണെങ്കിൽ സാർ ആ മൂവി ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇങ്ങനത്തെ ഒരു അംഗീകാരം? അല്ല, നമ്മൾ എല്ലാ പടം ചെയ്യുമ്പോഴും നല്ല ക്യാരക്ടറിന് എനിക്ക് കിട്ടുമായിരിക്കും സമ്മാനം എന്ന് എക്സ്പെക്ട് ചെയ്യും. സാറിന്റെ ഒരു ഡയലോഗേ നമ്മുടെ സാർ ഇൻസ്റ്റഗ്രാം ഒക്കെ കാണാണ്ടത് ഹോമിലെ നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് ആണോ സാർ ജീവിതത്തിൽ?
അതോ ഒലിവർ ട്വിസ്റ്റ് അല്ല ആണോ? എൻ്റെ പല അറിവുകേടുകളും ഒലിവർ ട്വിസ്റ്റിനുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇപ്പൊ കാണാറുണ്ടോ സാർ? നോക്കാറുണ്ടോ? ഇല്ല. കൂട്ടുകാർ എപ്പോഴും ചുറ്റിലും ഉണ്ട്, അവരെ കാണിച്ചാ ചേട്ടാ ഇത് കണ്ടോ. അതാണ് ചിലപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീലും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതില് ഞാൻ ഇന്നലെ കണ്ട ഒരു ഇതാണ്. ഇപ്പൊ ആ ഒരു മൂവിയിൽ സാർ ഇങ്ങനെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ, അതായത് ഒരു മുറിയിൽ നമ്മൾ സ്വയം കയറി അടയ്ക്കുന്നതും നമ്മളെ ഒരാൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നതിലും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നൊരു മൂവിയിൽ സാറിന്റെ ഡയലോഗ് ഞാനതിങ്ങനെ കേട്ടു. അപ്പം അതിന്റെ മോഡുലേഷനാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഡബ് ചെയ്യുമ്പോൾ ഇപ്പം സ്പോട്ട് ഡബിങ് ആയിരിക്കത്തില്ലല്ലോ, ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കുമല്ലോ ഡബിങ് വരുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ഉൾക്കൊള്ളുക? കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? അത് ഈ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞൊരു പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ജിജു അശോകൻ ആളുണ്ടാക്കിയൊരു പടമാണ് ഈ പുള്ളി എന്ന് പറയുന്നത്. അതിലൊരു സീനിയറായിട്ട് ഉള്ള കാലം ജയിലിൽ കിടക്കുന്ന ഒരാളുടെ ഡയലോഗ്, അത് ശരിക്കും ഞാൻ വേറെ രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ആ ഡയറക്ടർ ഒരു താളത്തിലൊക്കെയാണ് അത് അങ്ങനെ വന്നത്. അത് പിന്നീട് എനിക്ക് അതായിരുന്നു നന്നാണെന്ന് തോന്നി. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഇന്നലെ അത് കണ്ടപ്പോ ഇങ്ങനെ സാറിനോട്, കാരണം ആ മോഡുലേഷൻ ഒക്കെ അത്രയും പെർഫെക്റ്റ് ആണ്. അപ്പൊ അത് സാറ് ആ ഡബിങ് സമയത്ത് അത് അതുപോലെ ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ എങ്ങനെയാണെന്നുള്ളത്? ഡബിങ് സമയത്ത് ഇപ്പോഴൊരു ഒരു എല്ലാത്തിനും ഒരു പുതുമ ആധുനികതയും വരാറുണ്ടെങ്കിലും ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യം ഈ ഡബിങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അന്നൊക്കെ ഒരു കുഞ്ഞു മൈക്ക് ഉണ്ടാവും, ഒരാള് പിടിച്ച് നമ്മുടെ ശബ്ദം എടുക്കും, കറക്റ്റ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാവും, ഡയറക്ടർ അതൊരു നോക്കും, എന്നിട്ട് കൃത്യമായിട്ട് ഡയറക്ടർ നമ്മളെ വാച്ച് ചെയ്യും. അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു വാക്ക് തെറ്റിയാലോ അവിടെ അടയാളപ്പെടുത്തും, ഒരെണ്ണം കൂടുതൽ ചെയ്താലോ അതിൽ എഴുതി വെക്കും. നമ്മളൊരു അത്യാവശ്യത്തിന് മാത്രം ഒരു സൗണ്ട് പിടിച്ച് വെക്കത്തേ ഉള്ളൂ. അപ്പൊ ആർട്ടിസ്റ്റിന് അതിന്റെ ലെവല് പിടിച്ച് കൂടുതൽ ആക്ഷനിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഇച്ചിരി ഒന്ന് ഡയലോഗ് കൊഴിഞ്ഞു പോയാലും അവൻ അവിടെ ഔട്ടായി പോകാണ്ട് അങ്ങനെ പോവുമായിരുന്നു. എന്നിട്ട് ഡബിങ് സമയത്താണ് നമ്മൾ ഡയറക്ടറും കൂടെ ഉള്ള ഇഷ്ടത്തിന് നമ്മൾ അന്ന് പറഞ്ഞ മോഡുലേഷൻ ആണോ ഒന്ന് മാറ്റിപ്പിടിക്കണോ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് പഴയ ആർട്ടിസ്റ്റുകൾ ഇന്ന് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ പ്രായത്തിലുള്ള. കാരണം ഇപ്പൊ ഭയങ്കര ക്ലിയർ ആയിട്ട് ഇതുപോലത്തെ മൈക്ക് കൊണ്ടുവച്ച് തരും. എന്നിട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഡയലോഗ് ഇത്തിരി ഒന്ന് ഉടക്കിയാൽ വൺ മോർ പറയും. നമ്മളെ കൊണ്ട് ചെയ്ത് നശിപ്പിക്കും ആ ഡയലോഗിന് വേണ്ടി. അത് ഇനി ഡബ് ചെയ്യാനുള്ളതാണ്. സിംഗ് സൗണ്ട് ആണെങ്കിൽ നമ്മൾ സർവശക്തി ഉപയോഗിച്ച് ശ്വാസം വരെയും പിടിച്ച് ജീവിക്കും. ഇതല്ലാത്തൊരിടത്ത് ഇത്രയും സൗകര്യം ഉള്ളിടത്ത് ആ സൗകര്യം ഉപയോഗിക്കാൻ പറ്റാണ്ട് നമ്മളായിട്ട് കഷ്ടപ്പെടുത്തും, കുറെ പ്രാവശ്യം എടുക്കും. കാരണം അന്നത്തെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു പേന പോലും കാണൂല, എഴുത്ത് പരിപാടിയേ ഇല്ല. ഇത് കേട്ടെല്ലാം കൂടെ ആ പെട്ടിയിൽ നോക്കി നിൽക്കും. അത് വലിയ ദുഃഖമായിട്ട് അനുഭവിക്കുന്നു. കാരണം പിന്നീട് നമ്മൾ കുറെ കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ആ ഡയലോഗ് ഇങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞാലോ, പക്ഷെ അനുവദിക്കില്ല, അല്ല പൈലറ്റ് പോലെ വേണമെന്ന് പറയും. അങ്ങനെ ഒരുപാട് മാറ്റം സാറിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടെന്നല്ല, അത് പരക്കെ നല്ലതല്ല, അത് അവര് പറയാൻ പറ്റില്ല, തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. ഓക്കെ. അപ്പം ഇപ്പൊ സാർ കമ്പയർ ചെയ്തല്ലോ പഴയ കാലഘട്ടത്തിൽ ഈ ഒരു മാറ്റം പറഞ്ഞു. അതല്ലാതെ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്ത ആക്ടർ ആണല്ലോ, ഒരു 80s തൊട്ട് സാർ ഉണ്ട് മലയാള സിനിമയിൽ, ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. ഇതല്ലാതെ വേറെ വ്യത്യാസങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു അഭിനയ ആക്ടേഴ്സിന്റെ ഇടയ്ക്കായാലും അന്നത്തെ ഒരു ലൈഫും ഇപ്പോഴത്തെ നിങ്ങളുടെ സെറ്റുകളിലും തമ്മിലുള്ള വേറൊരു വ്യത്യാസം എടുത്തു പറയാൻ തോന്നിയ എന്തായിരിക്കും? എടുത്തു പറയാൻ സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലുണ്ട്. ഫിലിമിൽ ചെയ്യുന്ന അത്രയും അങ്കലാപ്പോടെ നിൽക്കണ്ട, വീട്ടേക്ക് വന്നാലും നഷ്ടമൊന്നും വരാനില്ല, എത്ര വേണേലും എടുക്കാം. ആ സ്വാതന്ത്ര്യവും അലസതയും എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പം കുറച്ചുകൂടി ഒരു കാരവാൻ ഒരു കൾച്ചർ ആയല്ലോ. പണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനത്തെ ഒരു മെമ്മറി അല്ലായിരുന്നു. അപ്പൊ അത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ദ്രൻ സാറിന് എന്താ തോന്നുന്നത്? കാലം ഒരുപാട് മാറിയില്ല. അന്നൊക്കെ അതിന് വീട്ടിൽ കയറി ഇരിക്കാനോ ഒരു മുറി തരുവോ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് സൗകര്യം തരുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കും. ഇപ്പൊ അങ്ങനെ ആരെയും കയറ്റൂല, എല്ലാവരും അതിലെ കെട്ടി ജനറേറ്ററിന്റെ ഒച്ച കേട്ടാലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയും. ആ കാലം. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കൂട്ടിലെ ആർട്ടിസ്റ്റിനെ അടച്ചേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർക്ക് പ്രൈവറ്റ്സി ഉള്ളൂ. ആ വ്യത്യാസം കാലം മാറിയത് കൊണ്ട് വന്നു പെട്ടതാണ്.
അതുകൊണ്ട് സൗഹൃദങ്ങളൊക്കെ കുറഞ്ഞതായിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. ആരും അന്ന് പരസ്പരം ഇരുന്ന് സംസാരിക്കുന്ന ആവശ്യമില്ലല്ലോ. ഇന്ന് അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് ഇതിൽ സംസാരിക്കാമല്ലോ. അതുകൊണ്ട് അതും വന്നു പെട്ടതാ. അത് അവിടെയും പഴയതുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ കേൾക്കുന്ന സ്ഥിരം ഈ റീലുകളിലും അല്ലെങ്കിൽ വീഡിയോസിലും കാണാൻ സാറ് ഇപ്പോൾ ക്യാരവാൻ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും വലിയ നമ്മൾ ലൈറ്റ് ബോയ് തൊട്ടുള്ള അങ്ങനെ ആളുകളുടെ അടുത്ത് ഇടപെട്ട് അവരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച് ആ ഒരു ഷോർട്ട് ആകുമ്പോഴാണ് സെറ്റായിട്ട് വരുന്നത്. നമ്മൾ ഇപ്പം ഈവൻ കറുപ്പ് കഴിഞ്ഞപ്പോൾ സൂര്യ സാർ വരെ സ്റ്റേജിൽ ഇരുന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സാർ അത് ബോധപൂർവമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ അതോ അങ്ങനെ ആയിപ്പോയതാണോ? എനിക്കിങ്ങനെ പട്ടിയെ കൂട്ടിലടിച്ചണക്ക് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കാരവാനകത്ത് ഒരുപാട് ഇരിക്കാത്തത്. ഞാൻ കാരവാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബഹളമുള്ളിടത്ത് അവിടെ ഇരിക്കും. ഡ്രസ്സ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ അത് ഉപയോഗിക്കും. പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് എനിക്ക് കൂടെ ആരെങ്കിലും ഒക്കെ ഒത്തിരി പേരുണ്ടെങ്കിൽ വിശപ്പില്ലെങ്കിലും ഞാനും കഴിക്കും. അതൊന്ന് എല്ലാവരും. പിന്നെ ഞാനൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് മറ്റുള്ള ആർട്ടിസ്റ്റുകളെ കാണുമ്പോഴുണ്ടാവുന്ന ഒരു അകൽച്ച അവർ കാണിക്കില്ല. അവർ ഓടി വരും, വിഷയം എനിക്കും അവരുടെ അടുത്തുണ്ട്. അങ്ങനെ വ്യത്യാസം ഉണ്ടാകും. അത് അവരെ എന്നെ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവിടെയാ. ഞാൻ ഇപ്പോഴും ടെക്നീഷ്യനായിട്ടാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നിലും ഒരു കുറവ് വരുത്തുന്നില്ല. ബോധപൂർവം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് പുറത്തിറങ്ങണം, കറങ്ങണം, അതിനകത്ത് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അതാ